അപ്പോൾ സാംസങ്ങിൻ്റെ S23 FE ഓൾറെഡി ഉള്ളൊരു ഫോണാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഓഫർ പ്രൈസ്, ഇപ്പോൾ ഓഫർ നടക്കുകയാണല്ലോ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും. ആ ഒരു ഓഫറിലാണെങ്കിൽ 37, 38 ആ രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്. അല്ല 37 അല്ല, നോർമലായിട്ടുള്ള പ്രൈസ് 37, 38 ഇപ്പം സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓഫർ ടൈം ആയതുകൊണ്ട് തന്നെ 27 ആ റേഞ്ചിലൊക്കെ തന്നെ ഫോൺ ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. 27, 28 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ S24 FE ഈ ഒരു സമയത്ത് തന്നെ ലോഞ്ച് ചെയ്തു. നിങ്ങൾ നോക്കണം, ഈ ഒരു ഓഫർ ടൈമിൽ തന്നെ ലോഞ്ച് ചെയ്തു. S24 ഉണ്ട്, ആ ഒരു ഫോണിന് ഓഫർ ഉണ്ട്. ആ ഒരു ഫോണാണെങ്കിൽ 60,000 രൂപക്ക് ഓഫർ പ്രൈസിൽ വരുന്നുണ്ട്. അറ്റ് എ ടൈമാണ് അവർ S24 FE ലോഞ്ച് ചെയ്യുന്നത്. നോർമലി FE എഡിഷൻ നോർമലി ഫ്ലാഗ്ഷിപ്പ് ഫോണുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് ഒരു ബഡ്ജറ്റ്, ഒരു കുറച്ചും കൂടെ വില കുറച്ചിട്ട് ഇറക്കുന്നൊരു ഫോണാണ്. ഇപ്പോൾ S24 FE ലോഞ്ചിങ് പ്രൈസ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അതായത് ഓൾറെഡി S24 ഓഫർ പ്രൈസിൽ 60,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ സെയിം ടൈമിൽ തന്നെ S24 FE ആ പ്രൈസിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്തായാലും ആ ഒരു പ്രൈസ് വരുന്നുണ്ട്, പക്ഷേ പിന്നീട് പ്രൈസ് കുറച്ച് ഇപ്പം ഉള്ള ആ ഒരു 27,000, 30,000 രൂപ ഒക്കെ തന്നെ കിട്ടും. ബട്ട് ഇറക്കുന്നൊരു ടൈമും കൂടെ നോക്കാനല്ലേ, ഇവർക്ക് എന്താ ബുദ്ധിയില്ലെന്ന് ചോദിക്കണം. കാരണം ഓൾറെഡി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഒരു ഫാൻ എഡീഷൻ ആയിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ സെയിം പ്രൈസിൽ തന്നെ, എന്നാൽ പിന്നെ ഈ ഒരു ഓഫർ കഴിഞ്ഞ് ഇറക്കിയാൽ പിന്നെയും പറയാം. അല്ലെങ്കിൽ ഓഫർ ടൈമിൽ ഈ ഒരു ഫോണിന് ഓഫറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കാര്യമുണ്ട്. ഇതല്ലാതെ വെറുതെ ഈ ഒരു ഫോണൊക്കെ ഇറക്കി ആരാണ് പോയിട്ട് വാങ്ങുന്നത്? ഞാൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാം, ബട്ട് എന്നാലും നമ്മൾ പ്രൈസ് നോക്കണമല്ലോ. കാരണം അതിന് 60,000, ഇതിന് 60,000. S24 60, S24 FEക്കും 60. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. ഇതിൻ്റെ പ്രൈസ് 59,999 രൂപയായിട്ടാണ് വരുന്നത്. പിന്നീട് ഹയർ വേരിയൻറ്റ് വരുന്നത് 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 65,999 ആണ്, 66,000 രൂപ വരുന്നുണ്ട്. അതായത് 256GBക്ക് 6,000 രൂപയോളധികം കൊടുക്കേണ്ടി വരും. നോർമലി ഞാൻ S23 എടുത്തത് 5,000 രൂപ ഡിഫറൻസിലാണ്. ഇവിടെ 6,000 രൂപ വരുന്നുണ്ട്. ഇതുപാടെ അത് FE എഡീഷനാണെന്ന് ഓർക്കണം. ഇത്രയും പൈസ ഒക്കെ കൂട്ടിയിട്ട് നോർമലി ഈ പൈസക്ക് തന്നെയാണ് ഇറക്കാറ്. എന്നാലും ഈ ഒരു ഓഫർ ടൈമിൽ ആ ഫോൺ ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. ഞാൻ ഈ നോക്കിയ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊന്നും ഈ ഒരു ഫോൺ കാണുന്നില്ല. സാംസങ്ങിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ മാത്രം ഈ ഒരു ഫോൺ കാണുന്നുള്ളൂ. എന്താണെന്ന് അറിയില്ല, ഈ ഒരു ഫോൺ ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. പിന്നീട് ഡിസൈൻ പീസ് പറയുകയാണെങ്കിൽ ഗ്ലാസ് ബിൽഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് സെയിം S23 FE എങ്ങനെയാണ് ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ഫോണും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ S23 FEയിലാണ് ഗൊറില്ല ഗ്ലാസ് 5 ഒക്കെ ആയിരുന്നു ഉണ്ടായത്. ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ ഡിസൈൻ വൈസ് ഓൾമോസ്റ്റ് ആ ഒരു സെയിം തന്നെയാണ്. കുറച്ചും കൂടെ വെയിറ്റും തിക്നെസ്സൊക്കെ തന്നെ കുറച്ചിട്ടുണ്ട്. വെയിറ്റ് കൂടുതലാണ്, തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു അലുമിനിയം ഫ്രെയിം തന്നെയാണ് ഇതിന് കൊടുത്തുള്ളത്. സോ ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ പെർഫെക്റ്റ് തന്നെയാണ്. അതിലൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നും എവിടെയും പറയാനില്ല. പിന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. മഞ്ഞ, പച്ച, അതുപോലെ തന്നെ നീല, വെള്ള, കറുപ്പ്, അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ കളേഴ്സൊക്കെ തന്നെ ഇപ്രാവശ്യവും വരുന്നുണ്ട്. സോ ഡിസൈൻ വൈസൊക്കെ തന്നെ ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്, മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നീട് ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ 6.7 ഇഞ്ച് വരുന്ന വലിയൊരു ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1900 നിറ്റ്സിൻ്റെ ആണ് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല വലിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതായത് iPhone 15 Pro Maxൻ്റെ ഒക്കെ സൈസ് എങ്ങനെയാണോ ആ ഒരു സൈസിലുള്ള ഡിസ്പ്ലേ ഈ ഒരു FE എഡീഷൻ ഫോൺ വരുന്നുണ്ട്. സോ അത് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നല്ലൊരു ഫുൾ HD ഡിസ്പ്ലേ ഇതിന് വരുന്നുണ്ട്. സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ എക്സിനോസിൻ്റെ 2400E എന്ന ചിപ്സെറ്റാണ് കൊടുത്തുള്ളത്. ഓൾമോസ്റ്റ് S24 അതിനെക്കാട്ടി ഓൾമോസ്റ്റ് ആ ഒരു പവറുള്ള ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ആൻഡ് ടു സ്കോർ പറയുകയാണെങ്കിൽ അറൗണ്ട് 13 lakh ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് എക്സിനോസ് ആണ്, സ്നാപ്ഡ്രാഗനും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. എന്നാൽ പോലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. ദി ബെസ്റ്റ് ആ ഒരു 8 Gen 3, 8 Gen 2 ആ ഒരു ലെവലിലെ പെർഫോമൻസ് ഒന്നും കിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ് ഫോൺ എന്ന രീതി നോക്കുകയാണെങ്കിൽ ആ ഒരു S24 അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എക്സിനോസ് ചിപ്സെറ്റ് ആണെങ്കിൽ പോലും നല്ല പെർഫോമൻസ് ആണ് ആ ഒരു ഫോൺ കിട്ടുന്നത്. സോ ഇപ്പം പെർഫോമൻസ് ഉണ്ടെങ്കിലും പിന്നീട് പെർഫോമൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എക്സിനോസിൻ്റെ അധികം വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണെന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ S24 യൂസ് ചെയ്യുന്നവരാണെന്ന് അങ്ങനെ ഒരു വലിയ ഇഷ്യൂസ് ഒന്നും എവിടെയും പറയുന്നില്ല. സ്റ്റക്ക് പിന്നീട് ലാഗ് ആവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിന് വന്നിട്ടില്ല. സോ നല്ല ചിപ്സെറ്റാണ് എക്സിനോസിൻ്റെ 2400 എന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ക്യാമറയാണ് 15 MB തന്നെയാണ് പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുള്ളത്. പിന്നീട് 12 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്, 8 MB ടെലിഫോട്ടോ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 MB ആണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്.
സോ അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള എല്ലാ ക്യാമറ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ നല്ലൊരു ക്യാമറയാണ്, അങ്ങനെ നല്ല വീഡിയോസും നല്ല ഫോട്ടോസും ഒക്കെ തന്നെ ഇതിൽ കിട്ടുന്നതായിരിക്കും. ക്യാമറയിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. ബട്ട് ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. എന്തായാലും S24 അത്ര ക്യാമറയും കാര്യങ്ങളൊന്നും ഇതിന് വരില്ല. അതിൻ്റെ ഒരു ലൈറ്റർ വേർഷനായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റർ ആയിട്ടുള്ള ക്യാമറ മാത്രമേ ഇതിന് കിട്ടുള്ളൂ. ഓൾമോസ്റ്റ് അത്രേ കിട്ടുള്ളൂ. ഇതിൻ്റെ ബാറ്ററി ആണെങ്കിൽ 4700 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ വരുന്നുണ്ട്. S24 4000 mAh മാത്രമേ വരുന്നുള്ളൂ, ഇതിൽ 4700 mAh വരുന്നുണ്ട്. സോ ബെറ്റർ ബാറ്ററി കിട്ടുന്നതായിരിക്കും. പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് ടെസ്റ്റിൻ്റെ റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിലും വരുന്നുണ്ട്. ഗാലക്സി AI ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിലും വരുന്നുണ്ട്. അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 60,000 രൂപ കൊടുത്തിട്ട് S24 FE ഒന്നും ആരും പോയിട്ടെടുക്കരുത്. ഇതിന് വില കുറയും. ഇപ്പോൾ കുറച്ചൊരു മാസം കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ വില പതിയെ കുറയും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 10-50, പിന്നെ ഒരു 40, പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ 30,000 അല്ലെങ്കിൽ 28,000 രൂപ ഒക്കെ തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ചാടിപ്പോയിട്ട് ആരും ഈ പറയുന്ന ഫോൺ എടുക്കരുത്. ഇപ്പം ഈ ഒരു ഓഫർ ടൈമിലാണെങ്കിൽ S24 എടുത്തോ, കാരണം സെയിം പ്രൈസിന് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ചോദിക്കാനുള്ളൂ, എന്തിനാണ് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറക്കിയത്? കാരണം വെറുതെ ആൾക്കാരെ പൊട്ടനാകാരം. അപ്പം നിങ്ങൾ മണ്ടത്തരം ചെയ്തിട്ട് പുതിയ ഫോണാണെന്ന് പോയിട്ടൊന്നും എടുക്കരുത്. സോ ബെറ്റർ S24 ആണ്, കാരണം അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ മാത്രമാണ് S24 FE എന്നുള്ളത്. അപ്പോൾ എന്തായാലും പൈസ കുറഞ്ഞിട്ട് മാത്രം എടുക്കുക, അല്ലാത്ത രീതിയിൽ ഇതൊട്ടും വേർത്തായിട്ടുള്ള ഓപ്ഷൻ അല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.